തൊഴിലാളി യൂണിയനുകളുടെ തൊഴിൽ സംസ്കാരത്തിൽ അവർ ഇടപെടുന്ന മേഖലകളിൽ കുറച്ചുകൂടി നവീനമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, കുറച്ചുകൂടി ആരോഗ്യകരമാക്കാൻ CPIM ഇടപെടുന്നു എന്നതിൻ്റെ ചില സൂചനകൾ പുറത്തു വരുന്നു. എന്ന് വെച്ചാൽ CPIM അതിൻ്റെ തൊഴിലാളി പ്രവർത്തന നയരേഖയിൽ ചില തിരുത്തലുകൾ വരുത്താൻ പോവുകയാണ്. കാരണം ഇപ്പം നോക്കുകൂലി പോലെയുള്ള അമിതമായ കൂലി ചോദിച്ചുകൊണ്ടുള്ള തർക്കങ്ങളുടെ പേരിലുള്ള സംഗതികൾ നിരന്തരം വാർത്തയാവുകയും വലിയ വിമർശനം ഉയർന്നു വരികയും അത് സർക്കാരിനും ഇടതുപക്ഷത്തിനും വലിയ തലവേദന ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് അതിനകത്ത് ചില മാറ്റങ്ങൾ വരുത്താൻ പാർട്ടി ആലോചിക്കുന്നത്. നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രി പലകുറി ഇത്തരം നോക്കുകൂലി അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ട്. സർക്കാർ ഔദ്യോഗികമായി തന്നെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ തന്നെ തെറ്റായ കാര്യമാണെന്ന് അറിഞ്ഞിട്ട് കൂടി അത് തുടരുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഊന്നി പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ സംഗതി ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. സോ അതുകൊണ്ട് പുതിയൊരു തൊഴിൽ സംസ്കാരം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു തിരുത്ത് പാർട്ടി ആലോചിക്കുന്നത്. രാജീവേട്ട, അത് എന്തുമാത്രം പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ട്രേഡ് യൂണിയൻ സംസ്കാരത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ, അതിൻ്റെ ഒരു സമീപന ശൈലി മാറ്റാൻ ഇപ്പോൾ CPM എടുക്കുന്ന ഇനീഷ്യേറ്റീവ്, അത് വൈകിപ്പോയിട്ടുണ്ടോ? അല്ല, ഇതിനകത്ത് ഇപ്പോൾ ഈ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞാൽ ട്രേഡ് യൂണിയൻ സംസ്കാരമല്ല. ഇപ്പോൾ ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല ട്രേഡ് യൂണിയൻ സംസ്കാരം. ഇതിന് ആധാരമായി ഏറ്റവും അവസാനമായി സംഭവിച്ചത് ഇപ്പോൾ കൊച്ചി വൈപ്പിനിലുണ്ടായ ഒരു ഗ്യാസ് ഏജൻസി ഉടമയായ സ്ത്രീക്കെതിരെ നടന്ന കയ്യേറ്റ ശ്രമമോ അവരെ അധിക്ഷേപിക്കാൻ നടന്ന ശ്രമമോ ആണ്. അതല്ല ട്രേഡ് യൂണിയൻ സംസ്കാരം, ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. നമ്മൾ ട്രേഡ് യൂണിയൻ എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നത് പോലും അബദ്ധമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിയന്ത്രിക്കേണ്ടത് അതാണ്. അതായത് എങ്ങനെയാണ് പുതിയ കാലത്ത് ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തേണ്ടത് എന്ന് താഴെത്തട്ടിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഈ പ്രസ്തുത സംഭവത്തിൽ ജില്ലാ ലേബർ ഓഫീസർ കൊടുത്തൊരു റിപ്പോർട്ടുണ്ട്. ഇങ്ങനൊരു പ്രശ്നം അവിടെ ഉണ്ട് എന്ന് നിയമപ്രകാരം സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളെ അറിയിക്കുക എന്ന് പറയുന്നൊരു പണി പോലും അവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കളോ ആ ട്രേഡ് യൂണിയനോ ചെയ്തിട്ടില്ല. അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ് ട്രേഡ് യൂണിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ആത്യന്തികമായി പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളൊരു പണിയുണ്ട്. അതില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂലിയാണെങ്കിലും പണിയെടുക്കാതെ വാങ്ങുന്ന കൂലിയാണല്ലോ, അത് കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. പലതവണ പറഞ്ഞിട്ട് നിൽക്കുന്നില്ല. നിയമപ്രകാരം അത് നിരോധിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചു, എന്നിട്ട് പോലും അത് തുടരുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അത് ട്രേഡ് യൂണിയനിസം അല്ല. അതൊരു തരം എന്താ പറയുക, തിണ്ണമെടുക്കുന്നു, അല്ലെങ്കിൽ പേടിപ്പിച്ച് കാര്യങ്ങൾ നേടുക എന്ന് പറയുന്നൊരു പണിയാണ് ഇവിടെയും. വേണമെങ്കിൽ ആ ലെവലിലും വേണേൽ പറയാം. അപ്പോൾ ഇവിടെ അവരെ ഭയപ്പെടുത്തി 4 പേരെ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അത് സ്ഥിരപ്പെടുത്താൻ സാധിക്കുമോ, എന്താണ് നിയമവ്യവസ്ഥ, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നും മനസ്സിലാക്കി അതിനോട് ക്രിയാത്മകമായിട്ട് റിയാക്ട് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമാണ് സത്യം പറഞ്ഞാൽ ട്രേഡ് യൂണിയൻ ഉള്ളത്. ഇവിടെ നമ്മൾ ഈ CPM ഇപ്പോൾ ട്രേഡ് യൂണിയനുകളെ നിയന്ത്രിക്കാൻ, അതിൽ ചട്ടങ്ങൾ കൊണ്ടുവരാൻ, അതിന് കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ, വിവരസാങ്കേതിക വിദ്യയുടെ വികാസത്തിൻ്റെ കാലത്ത് പഴയകാല ട്രേഡ് യൂണിയൻ സമ്പ്രദായം പറ്റില്ല എന്ന തിരിച്ചറിവിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഈ പറയുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾ ഏതളവിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, ആ പ്രശ്നവും കൂടെ അഡ്രസ്സ് ചെയ്യേണ്ടതല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യനുണ്ട്. തൊഴിൽ തന്നെയും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന ഒരുപാട് മേഖലകളുണ്ട്. എന്താ പറയുക, ഈ CPM ചൂണ്ടിക്കാണിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക ശേഷിയോടെ മനസ്സിലാക്കി വേണം തൊഴിലാളി പ്രവർത്തിക്കാൻ എന്ന് കൂടെ CPM ആശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നാണ് ഇന്ന് വന്ന പത്ര റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അതൊക്കെ ആയിരിക്കെ തന്നെ നല്ല സാമ്പത്തിക ശേഷിയുള്ള സ്ഥാപനങ്ങൾ പോലും തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ എപ്പോഴെങ്കിലും വാർത്തയാവാറുണ്ട്, എപ്പോഴെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്, നമുക്കറിയില്ല. ഇപ്പോൾ വളരെ പ്രശസ്തമായ ഒരു സ്ഥാപനം ബൈജൂസ് കേരളത്തിൽ നിന്ന് പോകാൻ ശ്രമിക്കുന്നു. കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകാൻ ശ്രമിക്കുന്നു എന്നുള്ള പ്രശ്നമാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് കേരളത്തിൽ നിന്നുള്ള നിക്ഷേപം പിൻവലിക്കുകയോ അവരുടെ ഓഫീസ് കേരളത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഇഷ്യൂ ആണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അവിടുത്തെ തൊഴിലാളികളുടെ പ്രശ്നമോ അവരുന്നയിച്ച പ്രശ്നമോ വലിയ തോതിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. അപ്പോൾ ഇത് പുതിയ കാലത്ത് എങ്ങനെയാണ് തൊഴിൽ സംസ്കാരം, പുതിയ തൊഴിൽ നിയമങ്ങൾ, ഇപ്പോൾ കേന്ദ്ര സർക്കാർ അടിക്കടി മാറ്റിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ നിയമങ്ങൾ ഏത് വിധത്തിലാണ് ഈ മനുഷ്യരെ ബാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സംഗതിയും നമ്മളെ വ്യാകുലപ്പെടുത്തുന്നില്ല. നമ്മളെ വ്യാകുലപ്പെടുത്തുന്നത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് മാത്രമാണ് നമ്മളെ വ്യാകുലപ്പെടുത്തുന്നത്. അത് വ്യാകുലപ്പെടുത്തേണ്ടത് തന്നെയാണ്. അത്തരം രീതിയും വെച്ചു കുറിപ്പിക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ അതിനൊപ്പം ഇങ്ങനെ കൂടെ കുറേ കാര്യങ്ങളുണ്ട്. ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഏതാണ്ട് അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അതൊരു പേരിൽ മാത്രം നിലനിൽക്കുന്ന ഒരു പരിപാടിയായിട്ട് നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
അജ്മിസ്, ഇതിനകത്ത് ഇപ്പോൾ ഈ തൊഴിലാളികളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള മോശം പ്രവണതകളെ തിരുത്തുന്നതിന് വേണ്ടി ഇടതുപക്ഷ അല്ലെങ്കിൽ CPIM അല്ലെങ്കിൽ CI2 കൊണ്ടുവരുന്ന മാറ്റങ്ങളൊക്കെ അത് അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിനപ്പുറം പോയാൽ ഈ തൊഴിൽ മേഖല നേരത്തെ രാജീവട്ടൻ ചൂണ്ടിക്കാണിച്ച പോലെ ഇപ്പം ഈ ചുവട്ട് തൊഴിലാളി എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ തൊഴിൽ ഏതാണ്ട് അപ്രസക്തമായി കഴിഞ്ഞു. അത് മൊത്തം മെഷീനറി വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ കാലം സാങ്കേതികവിദ്യയും മാറി. സോ അത് അവർ നേരിടുന്ന ഒരു അതിജീവന പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിക്കിടയിലാണ് സത്യത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലുണ്ടായി വരുന്നതെന്ന് തോന്നുന്നു. സോ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് ഈ പറയുന്ന നയം മാറ്റം എന്ന് പറയുന്ന ഒറ്റ കാര്യം കൊണ്ടാണോ? അല്ല, എനിക്കതിലൊരു ആ വാർത്തയിൽ തന്നെ ഒരു വ്യക്തതയുണ്ട്. യഥാർത്ഥത്തിൽ ആ CPM ശ്രമിക്കുന്നത് ഈ ചുമട്ടുതൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നമുണ്ടല്ലോ, നോക്കുകൂലി പ്രശ്നം, അത് പരിഹരിക്കാനല്ല. അത് കുറച്ച് നാൾ മുമ്പ് തന്നെ പരിഹരിക്കപ്പെട്ടു. സർക്കാർ നിയമം കൊണ്ടുവന്ന് തന്നെ നോക്കൂലി ഇല്ലാതാക്കി. പിന്നെ തൊഴിൽ ഡിമാൻഡ് ചെയ്യാനുള്ള തൊഴിലാളികളുടെ അവകാശമാണ് ആ നിയമ ഭേദഗതിയിൽ ഇല്ലാതായത്. അതായത് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ചുമട്ടുതൊഴിലാളികളാണ്. ചുമട്ടുതൊഴിലാളികൾക്ക് വിട്ട് തൊഴിൽ ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല, ഇത് ഞങ്ങൾ ഇറക്കും എന്ന് പറയാൻ കഴിയില്ല എന്നാണ് പുതിയ നിയമം. അപ്പോൾ അതല്ല ഇപ്പോൾ സർക്കാർ അഡ്രസ്സ് ചെയ്യുന്നതാണ്, CPM അഡ്രസ്സ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ KSEBയിലും KSRTCയിലും ഉണ്ടായ സമരങ്ങളുണ്ട്. KSEBയിലെ സമരം സർക്കാരിനെ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാക്കിയിരുന്നു. അതിൻ്റെ ഒരു കാരണം ഇടതുപക്ഷത്തെ LDF തന്നെയുള്ളൊരു മന്ത്രിയാണ് വൈദ്യുതി വകുപ്പ് ഭരിക്കുന്നത്, CPM കാരനല്ല. അതേസമയം CPMൻ്റെ നേതൃത്വത്തിലുള്ള CI2 നേതൃത്വം നൽകുന്ന ഓഫീസേഴ്സ് യൂണിയനും അവിടുത്തെ എംപ്ലോയീസ് യൂണിയനും ഈ മന്ത്രിക്കെതിരെ നിരന്തരം പ്രസ്താവന നടത്തുകയും മന്ത്രിക്കെതിരായ സമരം നടത്തുകയും MD വെച്ച് മന്ത്രി എന്തോ കളിക്കുകയാണ് എന്ന ഒരു തോന്നൽ സൃഷ്ടിക്കുകയും അത് സർക്കാരിനൊരു വല്ലാത്ത അവസ്ഥയിലാക്കുകയും ചെയ്തിരുന്നു. അതുപോലെ KSRTC അത് നഷ്ടത്തിലാണ്, അത് പൂട്ടണോ വേണ്ടയോ, പുതിയ കമ്പനി ഉണ്ടാക്കി സ്വിഫ്റ്റ് തുടങ്ങി സർക്കാർ അതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ നയങ്ങൾക്കെതിരെ തന്നെ തൊഴിലാളികൾക്കിടയിൽ വിമർശനമുണ്ട്. CI2 ഉൾപ്പെടെയുള്ള CI2 എന്തോ ആനത്തലവട്ടം ആനന്ദിന് തന്നെ വിമർശനമുണ്ട് സർക്കാരിൻ്റെ നടപടികൾക്കെതിരെ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അവരെ ഈ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങൾ, ആ നയങ്ങൾക്ക് അനുസൃതമായി തൊഴിലാളി യൂണിയനുകൾ പെരുമാറണം എന്ന് പഠിപ്പിക്കുകയാണ് CPM ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ചുമട്ടുതൊഴിലാളികളുടെ പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ പരിഹരിക്കപ്പെട്ടതാണ്. ഇപ്പോൾ നോക്കൂലി ആവശ്യപ്പെട്ടാൽ തന്നെ കേസ് എടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഈ സംഘടിത തൊഴിലാളി യൂണിയനുകൾ അവർക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ട്. ഇപ്പോൾ KSRTCയിൽ ശമ്പളം കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമാണ്. KSEBയെ സംബന്ധിച്ച് നല്ല ശമ്പളം കിട്ടുന്ന ഓഫീസേഴ്സ് യൂണിയനും അവിടുത്തെ എംപ്ലോയീസ് യൂണിയനും എല്ലാം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിൽ സമരം ചെയ്യുകയോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെതിരെ തിരികെയോ പ്രൊട്ടസ്റ്റ് നടത്തുകയോ ചെയ്യുമ്പോൾ അതങ്ങനെ പാടില്ല. അതിനെ നിയന്ത്രിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ അവർ ചർച്ച ചെയ്യുന്നത്. മറ്റത് നേരത്തെ തന്നെ പരിഹരിക്കപ്പെട്ടുള്ള പ്രശ്നമാണ്. ഇതിൽ പ്രശ്നം ഞാൻ ആദ്യം ചൂണ്ടിക്കാട്ടിയ പ്രശ്നം ഇതിലുമുണ്ട്. തൊഴിലാളി വർഗ്ഗ പാർട്ടിയാണ്. തൊഴിലാളി വർഗ്ഗങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന ഒരു സമയത്ത് തൊഴിലാളികളെ നിയന്ത്രിക്കുകയാണോ ഒരു തൊഴിലാളി വർഗ്ഗ പാർട്ടി നയിക്കുന്ന സർക്കാർ ചെയ്യേണ്ടതെന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. പക്ഷേ പാർലമെൻ്ററിസം, അത് CPMൻ്റെ തന്നെ പല പ്ലീനങ്ങളിലും ചൂണ്ടിക്കാട്ടിയ പാർട്ടിയെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ് പാർലമെൻ്ററിസം. ആ പാർലമെൻ്ററിസം മുച്ചൂടും ഗ്രസിച്ചിരിക്കുന്ന ഒരു പാർട്ടിക്ക് പിന്നെ തൊഴിലാളി വർഗ്ഗങ്ങളുടെ അവകാശങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി നിലകൊള്ളാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ബാക്കിയാവുന്നു. യെസ്. അപ്പോൾ തൊഴിലാളി യൂണിയനുകൾ പൊതുവെ സർക്കാരുണ്ടാക്കുന്ന പൊല്ലാപ്പൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ KSRTCയിലും KSEBയിലും. KSRTCയിൽ ടോമിൻ തെച്ചക്കരി പറഞ്ഞ ഒരു MDയെ സർക്കാർ താല്പര്യമെടുത്ത് വെച്ചെങ്കിലും CI2 വലിയ സമ്മർദ്ദം ഉണ്ടാക്കി അദ്ദേഹത്തെ തെറിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും അവിടെ CI2 സമരരംഗത്താണ്. അതിൻ്റെ മാനേജ്മെൻറ്റിനെ നിശിതമായി വിമർശിക്കുകയും അവർക്കെതിരെ സമരം ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രതിസന്ധി സർക്കാരിന് മുമ്പിലുണ്ട്. അപ്പോൾ തൊഴിലാളി മേഖലയിൽ ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ, സമരങ്ങൾ, വിമർശനങ്ങൾ, അതിനകത്തൊരു പരിഹാരം ഉണ്ടാക്കലാണ് ഉദ്ദേശം. പക്ഷെ അത് ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ മാത്രം പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണെന്നുള്ള ഒരു സംഗതി അവിടെ ഉണ്ട്.